നന്നായിട്ട് മിനിക്കടി. സത്യം പറഞ്ഞാലേ നീ വന്ന ശേഷം എന്റെ ജീവിതം ഒന്ന് മിനിങ്ങിയിട്ടുണ്ട്. ഓഹോ, എന്നെ കളിയാക്കൊന്നും വേണ്ട. ആവശ്യം വന്നാ രണ്ട് പൊട്ടിക്കാനും ഈ തോക്ക് ഉപയോഗിക്കാം. പിന്നെ ഉണ്ടാ എന്നാ പൊട്ടിക്കടി, പൊട്ടിക്ക്. അങ്ങനെ വെറുതെ പൊട്ടിച്ച് കളയാനുള്ളതല്ല അത്. ദേ സർവീസ് തോക്കാണ്. പിന്നെ ഓരോ ഉണ്ടയ്ക്കും കണക്കുണ്ട്. ആ, ഈ പഴയ ഒരു റിപ്പർ ഇല്ലേ, ഓരിപ്പോ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ പിന്നാലെയാ ഞങ്ങള് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഇതിലെ ഒരുണ്ടോ മിക്കവാറും അവനുള്ളതായിരിക്കും. രവിയേട്ടാ പറയണ ചാര നിറം, ഇളം ചാര നിറം അത് മതി. മഞ്ഞ നിറോ അവിടെ മഞ്ഞ, ലൈറ്റ് കളർ മഞ്ഞയാണ് വേണ്ടത്. മഞ്ഞ കിട്ടി ഇത് ഭംഗി കാണൂല. അതെ അതെ അതെ, എന്താ ഭാര്യയും ഭർത്താവും കൂടെ ഒരു കശപിശ? ഡിപ്പാർട്ട്മെന്റ് ഇടപെടണോ? ഒന്നും വേണ്ട. അതെ, ഒരു പെയിന്റർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, പെയിന്റ് അടിക്കാനായിട്ട്. അപ്പൊ വീടൊക്കെ പെയിന്റ് അടിക്കാൻ പോവാന്നോ? എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല അളി. അതുകൊണ്ട് ആ മേളിലൊക്കെ അവിടെ അവിടെ പായലൊക്കെ പിടിച്ചിരിക്കണ്ട, അതൊരു വൃത്തിയേട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു പെയിന്റർ അടുത്ത് വന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ടച്ച് ചെയ്യണം, ഒരു മെയിൻ്റെനൻസ്. അത് നമ്മുടെ ആ ശ്യാമിന്റെ വീട്ടിലെ പട്ടിക്കൂട് പെയിന്റ് അടിക്കാൻ വേണ്ടി അയാൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇതുവഴി വരാൻ പറഞ്ഞു. അല്ലേ, ഈ പട്ടിക്കൂട് പെയിന്റ് അടിക്കുന്ന ആളെ വിളിച്ചാണോ വീടൊക്കെ പെയിന്റ് ചെയ്യുന്നത്? ഈ കുട്ടി പട്ടിക്കൂട് പെയിന്റ് അടിക്കുന്ന ആളല്ല, അയാള് പെയിന്റർ ആണ്. അവിടെ പട്ടിക്കൂട് പെയിന്റ് അടിക്കുന്നു. നമ്മുടെ ഈ വളവില് കടനത്തിലെ ദാസന്റെ ഇളയാലി. അയ്യോ, ജിത്തു ജിത്തു നല്ല ഭയങ്കര തേപ്പുകാരനാ. അല്ല പിന്നെ പിന്നെ ഈ പെയിന്റിംഗുകാരനാണ്. പെയിന്റർ, നല്ല പെയിന്റർ, നല്ല പെയിന്റർ. നന്നായിട്ട് പുട്ടിയൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്ത് തരും. അതാണ് സംഭവം. അപ്പൊ അതിന് കളർ പ്രശ്നം എന്താ കളർ? എന്തായാലും ഞാൻ ഒരു പറഞ്ഞുതരാം, ആ കളർ മതി. ഇളം ചാര നിറം, അല്ലാതെ വേറെ ഒരു കളറും പറ്റില്ല. മണി നീ ചുമ്മാ ഇരിക്കണേ. ഇവിടെ ഞാൻ തീരുമാനിക്കാൻ നടക്കുള്ളൂ. എന്റെ അധ്വാനത്തിന്റെ ഫലമുള്ള ഇവിടെ നടക്കട്ടെ. അവിടെ മഞ്ഞ കളർ അടിച്ചാൽ വെടിവെക്കേണ്ടി വരുമോ? വെടിവെക്കാൻ മാത്രമുള്ള കണ്ടീഷൻ ഉള്ള സാധനമാണോ? അതെ അതെ. വെടിവെക്കാൻ മാത്രമുള്ള കണ്ടീഷൻ ഉള്ള സാധനമാണോ? ഇതിനെ ഡെയിലി വർക്ക് ഉള്ളതാ. അങ്ങനെ നീയേ പുലിയുടെ വീട്ടുകാരെ തോക്ക് കാണിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ആയുധങ്ങളൊക്കെ ഒരുപാട് കണ്ടവരാ പുലിയുടെ വീട്ടുകാര്. ആ, കുന്തവും വാളും പരിചയൊക്കെ അല്ലേ? ഇതൊക്കെ അല്ലേ പണ്ട് കാലത്തുള്ളത് കണ്ടിട്ടുള്ളത്? ആര് പറഞ്ഞു? റിയൽ തോക്ക് കണ്ടിട്ടില്ലല്ലോ. എന്റെ അപ്പൂപ്പനുണ്ടല്ലോടി പുലിയുടെ വീട്ടിൽ ഗിരിരായം പിള്ള, അദ്ദേഹത്തിന്റെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നു. ഇപ്പൊ നീ ആ തോക്ക് കണ്ടാ ഞെട്ടും. ഇപ്പോഴും ഞങ്ങളുടെ കുടുംബത്ത് ആ തോക്കിരിപ്പുണ്ട്. ഞൊട്ടും. പൊക്കിനെ വെടിവെക്കാനുള്ള തോക്കല്ലേ? കൊക്കിനെ വെടി വെച്ചിട്ടുണ്ട്. അതെ, ഞെക്കിയ ഷോന്ന് സൗണ്ട് കേൾക്കും. വലുതായാലും ചെറുതായാലും അത് മതി. അത് മതി, അത് മതി. നിങ്ങൾ ഇവിടെ വെടിയും വെടിക്കഥയൊക്കെ പറഞ്ഞോണ്ടിരുന്നോ? അവനാണെങ്കിൽ കാണുന്നില്ല. അടിപൊളിയാ. പക്ഷെ അവൻ നല്ല വർക്കറുമാണ്, പറഞ്ഞ എത്തുന്നവരുമാണ്. പക്ഷെ അവന് നല്ല പണിക്കാരനാ. പക്ഷെ അവന് കളിപ്പീര് സാധനമാണ്. കാശ് വാങ്ങിച്ചു, മുൻകൂർ കാശ് വാങ്ങിച്ചോണ്ട് പോയാൽ പിന്നെ പണിക്ക് വരത്തില്ല. അങ്ങനെയൊന്നുമില്ല, കാണുന്നില്ല. ശ്രീകുട്ടി, ഈ സാധനം എനിക്ക് തരുമോ? അയ്യോ, ഇത് സർവീസ് തോക്കാ. തൊട്ടോക്കല്ലേ? വേണ്ട, അതൊന്നും വേണ്ട. അയ്യോ, നീ വായ പഠിക്കുന്നതിന്റെ തൊട്ട് സാധനമല്ല ഇത്, കളിക്കുന്ന സാധനമല്ല ഇത്. വിവരം അറിയും. ഞാൻ വെറുതെ തൊട്ടോക്കല്ലേ? എടി, അത് നിനക്ക് കുഞ്ഞുനാള് ഞാൻ ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിച്ചോണ്ട് തന്നിട്ടില്ലയോ തോക്കുകള്? എനിക്ക് എന്തോ ആഗ്രഹമുള്ള സാധനം. ചേട്ടൻ കളിത്തോക്കല്ലേ വാങ്ങിച്ചിട്ടുണ്ട്, ഇത് റിയൽ തോക്കല്ലേ? സർവീസ് തോക്കാണത്. സർവീസ് തോക്കാണെങ്കിൽ ഞാൻ വെടിവെക്കാനൊന്നും പോണില്ലല്ലോ, ഞാൻ വെറുതെ തൊട്ട് നോക്കാനുണ്ട്. ഇത് അങ്ങനെ തരാനുള്ള നാത്തുനെ സൂക്ഷിക്കണം, കാഞ്ചി വലിക്കരുത്. ഉണ്ടക്കെ കണക്കുള്ളതാ. പിന്നെ അവിടെ ഒരു ആഗ്രഹമില്ല കൂടുതൽ വലിക്കരുതേ. വേണ്ട വേണ്ട മണി, ഒന്നുമില്ല. പിന്നെ ഒറിജിനൽ തോക്കല്ലേ ഇവങ്ങളെ? അങ്ങോട്ട് മാറ്റി പിടി. ചുമ്മാരി മണി, വേണ്ട വേണ്ട. അയ്യോ, ഇവിടെ എന്ത് സൗണ്ട് ഉണ്ട്? എല്ലാരും തൂങ്ങും. അല്ല, ഇത് ഹൃദയത്തിന്റെ ഭാഗത്ത് കണ്ട വെടിയുണ്ട് ഏറ്റത്, അല്ലെങ്കിൽ ഇത്രയും ചോര ആടത്തില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ മണി തോക്കെടുത്ത് കളിക്കരുത്. ഇനി കൊലക്കുറ്റത്തിന് ഉത്തരം പറയണ്ടേ? ഞാൻ കൊലക്കുറ്റൊന്നും ചെയ്തില്ല, ഞാൻ ജയിലിൽ പോകില്ലട്ടോ. സർവീസ് തോക്ക് മിസ്യൂസ് ചെയ്തതിന് എനിക്ക് സസ്പെൻഷൻ ഉറപ്പാ.
ഞാൻ നിങ്ങളുടെ പേയിങ് ഗസ്റ്റ് ആണ്. നിങ്ങൾ എന്റെ സഹോദരിയെ പോലെയാ. പക്ഷെ എന്റെ യൂണിഫോമിന്റെ മുമ്പിൽ നിങ്ങളൊരു കൊലപാതകയാ. നിങ്ങൾക്ക് തൂക്കയർ ഉറപ്പാ. അല്ലാതെ അത് ഇത്തരം കുറ്റങ്ങൾക്ക് കൊലപാതകത്തിന് തൂക്കുകയൊന്നുമില്ല, ജീവനും. അയ്യോ ആന്റി, അമ്മ അറിയാതെ ചെയ്തതല്ലേ, അറിഞ്ഞോണ്ടല്ലോ. എന്തെങ്കിലും ഒന്ന് ചെയ് പ്ലീസ്. ഇതിനെ എന്തെങ്കിലും വഴിയുണ്ടോ? എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യും. തൂക്കയർ ഉറപ്പാ. അല്ല അതെ ശ്രീകുട്ടി, ഏതായാലും നമ്മൾ ബന്ധുക്കളാവാൻ അപ്പൊ നീ എന്തെങ്കിലും ഇതിനകത്ത് ഇടപെട്ട് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താ. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ മണി അളിയാ, പുലിനട വീട്ടിന്റെ അഭിമാനം നീ കളഞ്ഞല്ലോടി. പുലിനോടയല്ല, എലിനോട. ദേ ഏത് മടയിൽ പോയി ഒളിച്ചാലും തൂക്കയർ ഉറപ്പാ. ശ്രീകുട്ടി, എന്തെങ്കിലും വഴിയുണ്ടോ രക്ഷപ്പെടാൻ? കീഴടങ്ങലല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ആന്റി, അമ്മ അറിഞ്ഞോണ്ട് ചെയ്തതല്ല, അറിയാതെ അല്ലേ. എന്തെങ്കിലും ഒരു വഴി പറ പ്ലീസ്. അറിഞ്ഞാണെങ്കിലും അറിയാതെ ആണെങ്കിലും തെറ്റ് തെറ്റാണ്. അതെ ശ്രീകുട്ടി, എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ ബോഡി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ആരും അറിയാതെ മറവ് ചെയ്താലോ? എന്റെ മാമ ദൃശ്യ മോഡൽ ഈ നാട്ടിലെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. ഇനിയിപ്പം അറിയാ, ഒരു 2 പാക്കറ്റ് സിമെന്റ് എടുക്കാൻ കാണുമോ? സിമെന്റോ? സിമെന്റ് എന്തിന്? ഇത് ഒരു പെയിന്റർ ആണ് കിടക്കുന്നത്. ഈ സിമെന്റ് കൊണ്ട് എന്ത് ചെയ്യാനാണ്? അല്ല, നമുക്ക് ഏതെങ്കിലും ടാങ്കിനകത്ത് അതിനെ കയറ്റിട്ട് വെള്ളങ്ങ് വാർത്ത് വല്ല കടലിലോ എല്ലാം കൊണ്ടുപോയി കളയാളിയാ. മിസ്റ്റർ മണിക്കുട്ടൻ, കേരള പോലീസുകാരെന്താ മണ്ടന്മാരാണെന്നാണ് നിങ്ങളുടെ വിചാരം? ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരി എന്ന നിലയില് ഞാനിത് റിപ്പോർട്ട് ചെയ്യും. ഇവർക്ക് തൂക്കയർ വാങ്ങി കൊടുക്കുകയും ചെയ്യും. എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു. സൈക്കോളജിക്കൽ മൂവ്മെന്റ്. ഇതിലൊന്നും ഞാൻ പോലുമില്ല. ഇതിലൊന്നും ഞാൻ വീഴൂല കേട്ടോ. ഇത് ഞാൻ ഇപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യും. എന്നെ രക്ഷിക്കണേ. എനിക്ക് ജയിലിൽ പോകണ്ട. എന്റെ മക്കളെയൊക്കെ എനിക്ക് കൂടെ നിൽക്കണം. എന്നെ രക്ഷിക്കൂ ചേട്ടാ. ശ്രീകുട്ടി എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ പ്ലീസ്. നിങ്ങളെ രക്ഷിക്കാൻ വേറെ മാർഗം ഇല്ല. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ തോക്കെടുത്ത് കളിക്കരുതെന്ന്. ഒരു കാര്യം ചെയ്യാം, മണിയെ അതുകൊണ്ട് കിടത്താം. മോളെ ബാ പിടി. മണി നീ എഴുന്നേക്ക്. മണി പിടിച്ചോ, സൂക്ഷിച്ചു. നമുക്കവനെ ഇവിടുന്ന് പൊക്കിയെടുത്ത് വേറെ എവിടെങ്കിലും കൊണ്ടുവന്ന് കിടത്താം. ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് എന്തോ വല്ലാതെ കയറി വരുന്നു. എടുത്തിട്ട് വേണം ഫിംഗർ പ്രിന്റ് പതിയാൻ. എന്നിട്ട് തങ്ങളുടെ കൂടെ പോയി കടന്നോ ജയിലില്. ഒരു കാര്യം പറയട്ടാ, ആ ബോഡി അവിടെ കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. ആരെങ്കിലും പെട്ടെന്ന് കയറി വന്ന് എന്തോന്ന് ചെയ്യും. അത് ശരിയാണ് അച്ഛാ. എങ്ങനെയും നമുക്ക് ആ ബോഡി ഇവിടെ നിന്ന് മാറ്റണം. ബോഡി മാറ്റാൻ അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരിയാണ്. പിന്നെ ഇത് കോഴിയല്ല, ഒരു മനുഷ്യൻ ജീവനാണ് അവിടെ കിടക്കുന്നത്. ജീവനാ? ചത്തില്ലേ? ചത്തെങ്കിലും അത് മനുഷ്യനല്ലേ, കൊലപാതകമാണ്. ഇനി അതിന് ഇനി ഉണ്ടായി ബോഡി മാറ്റുന്ന കാര്യം. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറ. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കാണൂല അച്ഛാ. ഇല്ല, അച്ഛനോട് പറ മക്കളെ. ശ്രീകുട്ടിയായിട്ടൊന്ന് ആലോചിക്കാം. അവര് പോലീസുകാരിയല്ലേ, വേറെ ഒളിപ്പിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത്. എവിടെ കൊണ്ട് ഒളിപ്പിക്കും നമ്മള്? ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം. നമുക്ക് ചാക്കി കെട്ടി എവിടെയും കൊണ്ട് കളഞ്ഞാലോ? ചാക്കി കെട്ടിട്ട് മോളെ കളയാൻ പറ്റുമോ? വലിയ സാധനമല്ലേ? വലിയ സാധനം. അതൊക്കെ റിസ്ക് അല്ലേ. ഇതിപ്പോ ഒരു കയ്യബദ്ധത്തിൽ ഒരു ആള് മരിച്ചെന്ന് പറയാം. ഇനി അത് ഒളിപ്പിക്കുകയാണെങ്കിലോ അതും കൂടെ വലിയൊരു കുറ്റമാണ്. നീ ന്യൂസ് ഒന്നും കേൾക്കാറില്ലേ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. എന്തിനാ അത് എടുക്കാൻ പോയത്? ഇനി അവളെ കുറ്റം പറയാതെ, തന്നെ തന്നെ പൊട്ടിയതല്ലേ അത്. അവളെ കുറ്റം പറയാതെ. കുറ്റം പറഞ്ഞല്ല. പേടിയാണ് മക്കളെ. ജയിലിലൊക്കെ പോകേണ്ടി വരുമോ എനിക്ക്? ജയിലിൽ പോയി സിനിമയിലൊക്കെ കണ്ടിട്ട് ഭയങ്കര പേടിയാണ്. വീട്ട് അവിടെ നീ ജയിലിൽ പോകേണ്ടി വരില്ല. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം നമുക്ക്. മറ്റേ ഗോതമ്പുണ്ടൊക്കെ കഴിക്കേണ്ടി വരും. അങ്ങനെയൊന്നും ഗോതമ്പുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ മണി. ജയിലിലൊക്കെ നല്ല ഫുഡൊക്കെയാണ്. അതൊന്നും പറ്റി ഒന്നും ചിന്തിക്കണ്ട നമുക്ക്. മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ ജയിലിൽ പോവാതെ? നമുക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞിട്ട്. കയ്യബദ്ധം പറ്റിയതാണ്. കയ്യബദ്ധമാണ് അത്.
ആ ശ്രീകുട്ടി ഉള്ളതാണ് പ്രശ്നം. അവര് നിയമം വിട്ട് ഒന്നും കളിക്കത്തില്ല. നിയമം വിട്ട് കളിക്കണ്ട, ശരിക്കും നേരിട്ട് കണ്ടതല്ലേ. അപ്പൊ ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നും അല്ല, എനിക്ക് അയാളോട് ഒരു ശത്രുതയില്ലെന്നുള്ളത് പറഞ്ഞാ പോരെ. നിന്റെ 1000 വട്ടം ഞാൻ പറഞ്ഞു കളിക്കരുത് കളിക്കരുത് തോക്കരുത്. ഒരു കുറ്റവാളിയുടെ മോളാണെന്ന് അറിഞ്ഞ എന്റെ മക്കളെ ആരെങ്കിലും കല്യാണം കഴിക്കും? പിള്ളേരെ ഭാവി എന്തോന്നാവും? മക്കളെ, അമ്മ അഥവാ ജയിലിൽ പോയാലും നിങ്ങൾ നല്ല രീതിയിൽ നടക്കണം കേട്ടാ. രവിയേട്ടാ, എന്നും ജയിലിൽ വന്നിട്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണേ, എന്നും പറയണേ. മണി, നീ ജയിലിലൊന്നും പോവില്ല, ഒന്നും മിണ്ടാതിരി അമ്മ. നീ ഇങ്ങനെ നെർവസ് ആവാതെ, ഇങ്ങനെ സംസാരിക്കാതെ. പിള്ളേരെ കല്യാണത്തിനൊക്കെ നീ ഉണ്ടാവും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അച്ഛനെ ആശ്വസിപ്പിക്കണം കേട്ടോ. അച്ഛന്റെ തറവാടിന്റെ മാനം ഞാൻ നശിപ്പിച്ചെന്നുള്ള വിഷമം ഉണ്ടോ? നിങ്ങൾ എല്ലാരും പറഞ്ഞ് ആശ്വസിപ്പിക്കണേ അപ്പൂപ്പനെ. അപ്പൂപ്പനെ നീ പുലിനടം ഒന്നും മിണ്ടി പോരുത്. വീരവാദം പറഞ്ഞിട്ട് ഇപ്പൊ ഒരുത്തന്നെ നെഞ്ചത്ത് വെച്ചാണ് നീ പൊട്ടിച്ചത്. എന്ത് അച്ഛൻ തന്നെ അമ്മയെ കുറ്റം പറയല്ലേ? ഇതൊക്കെ ഓർക്കുമ്പോ എനിക്ക് അറിഞ്ഞോണം. എന്ത് രവിയേട്ടന്റെ പറച്ചില് കേട്ടാത്തത് ഞാൻ വേണമെന്ന് വെച്ചാൽ ആരും വെടിവെച്ച് കൊണ്ടുപോകാൻ. തറവാടും വീടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പോയതാണ്. അച്ഛൻ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് തീരുമാനിക്ക്. എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ ഞാനും തയ്യാറല്ല. ഞാനും ഒന്നുമില്ലെങ്കിലേ പുലിനടയിലെ മോളല്ലേ. എത്ര വലിയ ക്രിമിനൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നറിയോ? ഞങ്ങളുടെ ഫാമിലിയിൽ വലിയ ആൾക്കാരുണ്ട്, പുഷ്പം പോലെ ഇറങ്ങി വരും. ഞങ്ങൾക്കുണ്ട് വലിയ ഹോൾഡൊക്കെ. എന്റെ അച്ഛനും മിനിസ്റ്റേഴ്സിനും എല്ലാവരുമായിട്ട് നല്ല പരിചയമുണ്ട്, വലിയ ആൾക്കാരൊക്കെ പരിചയമുണ്ട്. എന്റെ അച്ഛൻ വിചാരിച്ച് എന്നെ പുഷ്പം പോലെ സുഖമായിട്ട് ഇറക്കി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ആ വഴിക്കൊന്ന് നോക്കണമല്ലോ. ഈ ധാരണയൊക്കെ മാറ്റും മണി. ഒരു ജീവനാണ് പൊലിഞ്ഞു കിടക്കണ അവിടെ. പൊലിനട വീടിന്റെ പാരമ്പര്യവും എന്റെ വീടിന്റെ കാര്യം പറയുമ്പോ രവിയേട്ടൻ ഇപ്പോഴും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്റെ വീടിനെ പറ്റി പറയുമ്പോഴത്തേക്ക് സുഖം തന്നെയല്ലേ മക്കളെ? അച്ഛൻ ഇങ്ങനെ തർക്കിച്ചോണ്ട് നിക്കാതെ എന്തെങ്കിലും പറ. മണിക്കൂട്ടിനെ വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് ആലോചിക്കാം. സമയം കളയണ്ട. പറ്റൂല, എങ്ങനെങ്കിലും ഇവിടുന്ന് മാറ്റിയേ പറ്റൂ. അയാളുടെ വീട്ടുകാരറിഞ്ഞ എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവും? അയാൾക്ക് കാണില്ലേ ഒരു കുടുംബമൊക്കെ. എനിക്ക് ആ ദാസനെ നല്ല പരിചയമുള്ള ആളാ. ദാസന്റെ അളിയനാണത്. വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അയാളെ പാവം ചെറുക്കനാണത്. അവിടെ ആ കൂടെ വരുമാനമുള്ളത് ഈ ചെക്കനും ആ ദാസനും മാത്രമാണ്. അവരെ കഞ്ഞൂടി കൊട്ടൂലേ? പാവമൊക്കെ ഞാൻ എവിടെ കൊണ്ട് ഞാൻ വിളിച്ചു വരുത്തിയതാണ്. വീട് വിറ്റിട്ടാണെങ്കിലും അതിന് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണേ. നീ അതൊക്കെ ഓർത്ത് വിഷമിക്കാതെ മണി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം. ഇപ്പൊ അച്ഛൻ ആലോചിച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ അച്ഛാ. ഞാൻ എന്തു പറയാനാ? ഒരു കാര്യം ചെയ്യാം, ഞാൻ മണിക്കൂട്ടെങ്കിലും വിളിക്കാം. എന്നിട്ട് മണിക്കൂട്ടിന്റെ പറഞ്ഞിട്ട് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. മാമനോട് എന്ത് വഴി ഉണ്ടാക്കാൻ? നിങ്ങൾ ഇവിടെ നില്ലേ, ഞാൻ പോയി ചേട്ടനോട് സംസാരിക്കട്ടെ. എന്തോന്ന് മണി? സമാധാനമില്ല എനിക്ക്. മണി, എടി മണി. എന്ത് ചെയ്യും ഈശ്വര? എന്തെങ്കിലും ഒരു ഐഡിയ. കൂട്ടുകാരിയുടെ അച്ഛൻ വീട്ടിൽ ലോയർ അല്ലേ, അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിച്ചു നോക്കാം. ഫോണ് എനിക്ക് തൂങ്ങണ്ട. മണക്കുട്ടിയെ തൂങ്ങാൻ ഞാൻ അനുവദിക്കത്തുമില്ല. ഒരു കൂടപ്പറപ്പിന്റെ സങ്കടം മറ്റൊരു കൂടപ്പറപ്പിനെ മനസ്സിലാവും. മണി, നീ എന്തോന്ന് മണി ഇത്? എന്നെ ജയിലിൽ പറഞ്ഞു വിടല്ലേ, എനിക്ക് പേടിയാ. പേടിക്കണ്ട മക്കളെ, പേടിക്കണ്ട. അതെ നാത്തൂനെ, പേടിക്കാൻ ഒന്നുമില്ല. അവിടെ ചുറ്റും പോലീസുകാരുണ്ടാവും, സമയാസമയത്തിന് ആഹാരം ഉണ്ടാവും. എന്തായാലും ഇവിടത്തെക്കാളും കൂടുതൽ സുരക്ഷിതയായിരിക്കും. അതല്ല, പോലീസ് ജീപ്പ് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് എന്നെ വിലങ്ങൊക്കെ വെച്ച് പോലീസ് ജീപ്പ് കയറ്റി കൊണ്ടുപോകൂലേ? അപ്പൊ അപ്പുറത്തെ വീട്ടിലെ സ്റ്റെല്ല ചേച്ചി ആ മീനിയൊക്കെ നോക്കി എന്നെ കളി നോക്കൂലേ? നീ പേടിക്കാതെ. നമ്മുടെ കുടുംബം ഉണ്ടല്ലോ, പുലിയുടെ തറവാട്. തലമുറകളായിട്ട് കൊന്നും കൊടുത്തും ഉണ്ടു ഉറങ്ങി ജീവിച്ചവരാ. നീ ചെയ്ത ഈ കുറ്റം ഞാൻ ഏറ്റെടുക്കും. ഞാൻ ജയിലിൽ പോവും. ശരിക്കും ഞാൻ ജയിലിൽ പോവും, ഉറപ്പ്. ജയിലിൽ കിടക്കാൻ വേണ്ടിട്ടാണോ നമ്മൾ ഒന്നാമൻ തീരുമാനിച്ചത്? ശ്രീകുട്ടി, ഞാൻ ജയിലിലായാലും അടുത്തുള്ള ഏതെങ്കിലും സ്റ്റേഷനിൽ നീ കാണുമല്ലോ. വല്ലപ്പോഴും വന്ന് പരോള ചോദിച്ചാ മതി. മണിക്കൂട്ടൻ ചേട്ടാ, മണിക്കൂട്ടൻ ചേട്ടാ ശരിക്കും ഒരു പുലിക്കുട്ടിയായത് ഇപ്പോഴാണ്. പുലിനട വീട്ടിൽ ആൺകുട്ടിയായത് ഈ കൂടപ്പിറപ്പിന്റെ മാനം കാത്തപ്പോ. അതങ്ങ് തറപ്പിച്ച് പറയാൻ വരട്ടെ. മണിക്കുട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ ഞാൻ അറിഞ്ഞു വേണം. അതെന്താ അങ്ങനെ? അല്ല, ഞാനാണല്ലോ കൊല നേരിട്ട് കണ്ടത്. ഞാനല്ലേ ദൃക്സാക്ഷി, ഞാൻ സാക്ഷി പറയും. കണ്ടില്ലെന്ന് വെച്ചൂടെ? ശ്രീകുട്ടി എന്നൊരു കാര്യം ചെയ്യോ, വേറൊരു ഐഡിയ ഉണ്ട്. ശ്രീകുട്ടിക്ക് മാത്രം എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ. ശ്രീകുട്ടിയുടെ തോക്കാണല്ലോ, ശ്രീകുട്ടി അത് മിനുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ വെടിപൊട്ടിന്നങ്ങ് പറഞ്ഞാ പോരെ? നാത്തൂനാന്നൊന്നും ഞാൻ നോക്കത്തില്ലേ. പറ്റൂലല്ലേ?
മോളെ ഞാൻ വിളിച്ചു. വിളിച്ചു കിട്ടിയോ? കിട്ടി. സാറിനോട് സംസാരിച്ചോ? സംസാരിച്ചു. അമ്മയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് ആരുടെ പറയരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സാർ എന്ത് പറഞ്ഞു? നേരിട്ട് വരുമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഇപ്പൊ വരുമോ? വന്നാ മതിയായിരുന്നു. ആരെടുത്ത് പറഞ്ഞ കാര്യം പറഞ്ഞ മണി അമ്മ അത് അതെ, ഇവളുടെ ഫ്രണ്ടില്ലേ രേഷ്മയുടെ അച്ഛൻ ക്രിമിനൽ ലോയറല്ലേ, ലോയറാണ്. അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് പല ഐഡിയകളുണ്ട്. അദ്ദേഹം പറഞ്ഞു വരാന്ന് പറഞ്ഞു. രക്ഷപ്പെടുത്താൻ പറ്റുമോ? പിന്നെ അങ്ങനെ ഞങ്ങള് കൈവിടുന്നു. എന്നെ രക്ഷപ്പെടുത്തില്ലേ മോളെ? അതെ, ഞാനേ ശ്രീകുട്ടി ആന്റിയോട് ഈ കാര്യം പറയാം. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് കോംപ്രമൈസ് ചെയ്ത് നോക്കാം എന്തെങ്കിലും. ഇപ്പൊ വരാവേ. നീ വിഷമിക്കാതെ ഇറങ്ങി. ഞാനേ വേട്ടോ ഒരു ഉറുമ്പിനെ പോലെ ഞാൻ നോക്കാത്താണ് അവസാനം ഞാൻ കൊലപാതകയായില്ലേ. മണി ഇതൊക്കെ സമയദോഷമാണ് മണി, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ല. നമ്മുടെ സമയം ശരിയല്ല, അതാണ്. കഴിഞ്ഞ ആഴ്ച അച്ഛൻ വിളിച്ചപ്പോഴും പറഞ്ഞു എനിക്ക് കഷ്ടകാലമാണ്, എന്തോ വലിയ ആപത്ത് വരുന്നൊക്കെ അച്ഛനോട് പറഞ്ഞെന്ന്. അച്ഛന്റെ ജോത്സ്യരില്ലേ, അത് അതേപോലെ സംഭവിച്ചോ. നീ ഇങ്ങനെ വിഷമിക്കാതെ. നീ അങ്ങനെ ജയിലിൽ നിന്ന് പോകേണ്ടി വരില്ല. അങ്ങനെ പോണെങ്കിലേ മണിക്കൂട്ടം പറഞ്ഞ പോലെയല്ല, ഞാൻ ഈ കേസ് എടുക്കും. ഞാനാണ് കുറ്റം ചെയ്തതെന്ന് പറയും. ഇവിടെ നമ്മുടെ മക്കളുടെ കൂടെ നീ വേണം. അവർക്ക് വേണ്ടത് അമ്മയുടെ സ്നേഹവും പരിചരണവും ഒക്കെയാണ്. വീട്ടം പോയാലും ഞാൻ പോയാലും ഒരേപോലെയല്ലേ. നമ്മുടെ വീട് എന്താവും, നമ്മുടെ കുടുംബം തകർന്നില്ലേ? ഒന്നും ഉണ്ടാവില്ല. ആ സാറിങ്ങോട്ട് വന്നോട്ട്, രേഷ്മയുടെ അച്ഛൻ. അദ്ദേഹം ആവുമ്പോഴേ പല ഐഡിയകൾ കാണും. കൈബദ്ധം വന്നെന്നോ അല്ലെങ്കിൽ ആത്മരക്ഷാർത്ഥം എന്നൊക്കെ പറയും. രക്ഷപ്പെടാൻ പറ്റുമോ? അഡ്വക്കേറ്റിന് ഇഷ്ടം പോലെ വഴികളില്ലേ മണി, അദ്ദേഹം കണ്ടുപിടിക്കും. സ്ത്രീകുട്ടിയും കൂടെ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ല. അച്ഛാ, അമ്മ എല്ലാം കൈവിട്ടു പോയി. ശ്രീകുട്ടി ആന്റി പോലീസുകാരെ വിളിച്ച് പറഞ്ഞു. ഇപ്പൊ ആംബുലൻസും എല്ലാം എത്തും. അയ്യോ, ഇത്ര പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ? അവളെന്തിനു വിളിച്ചു പറഞ്ഞത്? ഞാൻ ഈ മണിക്ക് വയ്യാത്തോണ്ടല്ലേ ഇങ്ങോട്ടൊന്ന് കൊണ്ടിരുത്തിയത്. ആ സമയത്തുള്ള വിളിച്ചു പറഞ്ഞു. നമ്മളോടൊന്ന് പറയുപോലും ചെയ്യാതില്ല ചെയ്ത്. ഇവിടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഒന്ന് ചോദിക്കണമല്ലോ. അത് ആന്റിയുടെ ഡ്യൂട്ടി അല്ലേ, അതാ വിളിച്ചു വരുത്തിയത്. ഡ്യൂട്ടി ആണെങ്കിലും ഇവിടെ നടക്കണ കാര്യം നമ്മളടുത്ത് അറിയണ്ടേ, ഗ്രഹനാഥ് അറിയണ്ടേ? ഈ വീട്ടിലെ ഒരു മെമ്പർ പോലല്ലേ ശ്രീകുട്ടി. ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്തെങ്കിലും ചെയ്യാം. വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ, ചോദിക്കണേ. ഒരു കഷ്ടം കാണിച്ചു. ശ്രീകുട്ടി, മണി നീ ആരോട് ചോദിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞേ? ഈ വീട്ടിലെ ഗ്രഹനാഥൻ ആരാണ്? ഇങ്ങനല്ലേ ഈ രവിയേട്ടനോട് ചോദിക്കാതെ എങ്ങനെ വിളിച്ചു പറഞ്ഞു? മണി അതെ, എന്റെ സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊല നടക്കുമ്പോ രവിച്ചോടിനോട് ചോദിച്ചിട്ട് വേണോ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ? രവിയേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, എങ്ങനെ ധൈര്യം വന്ന് നോക്കിക്കൊണ്ടിരിക്കാതെ ചോദിക്കണേ. ശ്രീകുട്ടി, മണിക്കുട്ടി പറഞ്ഞാലും കാര്യമുണ്ട്. പെട്ടെന്നൊക്കെ പോലീസിനെ വിളിച്ച് പറഞ്ഞില്ലേ, അതിനു മുമ്പ് നമ്മളുമായിട്ടൊന്നും ആലോചിക്കണ്ടേ? അല്ല, ശ്രീകുട്ടി ചെയ്തതും ശരിയാണ്. എന്നാലും മണിക്കുട്ടി, നിങ്ങൾ എന്താ രണ്ട് വളത്തിലൂടെ കാലം വെച്ചോണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് എടുക്ക്. ഓഹോ, ഇപ്പൊ ഞാനായി തെറ്റുകാരി അല്ലേ? ദേ, നാത്തൂൻ ചെയ്തത് തെറ്റാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം തൂങ്ങും. ഇത് പഴയ കാലം ഒന്നുമല്ല. തൂങ്ങാണെങ്കിലേ ഞാൻ ഒറ്റയ്ക്കൊന്നും തൂങ്ങില്ല, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അനുഭവിക്കാം. ഒരു കാര്യം ചെയ്യാം, അവൻ മാത്രമല്ല നമ്മൾ പെങ്ങളെ രവിയണ്ണ മോണിക്കട്ടൻ എപ്പോഴാ വന്നേ? എന്റെ പെയിന്റ് പോട്ടെ അണ്ണാ, പോണ്. ഞാൻ ഇങ്ങോട്ട് പോണ്. പെയിന്റ് ആയിരുന്നത്. അവന് വെടിയേറ്റില്ലായിരുന്നു. കിളി പോയതാ. എന്തിനിവിടെ വന്നത്? അടിക്കേണ്ട വീടിന്റെ പെയിന്റ് അല്ല, എന്റെ പെയിന്റും കണ്ടില്ല. എന്തിനു പറ്റിയത് ഇത്? തോക്ക് മാറ്റി മണി. ഞാൻ കൊലപാതകമൊന്നുമല്ല, കണ്ടില്ലേ? അയാള് മരിച്ചില്ലേലും എനിക്ക് സസ്പെൻഷൻ ഉറപ്പാ. അതെന്താ? ഇതിന്ന് പോയ രണ്ടുണ്ടയ്ക്ക് ഞാൻ എന്ത് സമാധാനം പറയും? രണ്ടുണ്ട